കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ പാർട്ടായിരുന്നു. അതിൽ നമ്മൾ ഒരു ടാബുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. മെയിൻ ആയിട്ട് നമ്മൾ ഹോം ടാബിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 2-3 വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ഓക്കെ, ഹോം ടാബിന്റെ അണ്ടറിൽ വരുന്ന എന്തൊക്കെയാണ്? ക്ലിപ്പ് ബോർഡ് വരുന്നുണ്ട്, ഫോണ്ട് വരുന്നുണ്ട്, അലൈൻമെന്റ് വരുന്നുണ്ട്, നമ്പർ വരുന്നുണ്ട്, സ്റ്റൈൽസ് വരുന്നുണ്ട്, സെൽസ് വരുന്നുണ്ട്, എഡിറ്റിംഗ് ഉണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ക്ലിപ്പ് ബോർഡ് കുറച്ച് ആയിട്ട് പറയാം. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫോണ്ട് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്ക് ഷീറ്റ് ഏരിയ. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ബോക്സുകളായിട്ട് നമ്മൾ ഈ കാണുന്നതിന് എന്തായിരുന്നു പറയാ? സെൽസ് എന്നാണ് കേട്ടോ പറയാം. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു തന്നോളൂ. അപ്പൊ ഈ ടൈപ്പ് ചെയ്ത് വെച്ച് തന്നെ നമുക്ക് സ്റ്റൈലൊക്കെ മാറ്റണം. അതായത് ഈ ഇൻഫോ ബോർഡ് ടൈപ്പ് ചെയ്ത് വെച്ചത് നമുക്ക് എന്ത് ചെയ്യണം? ബോൾഡ് ആക്കണം. ഫസ്റ്റ് ഇറ്റാലിക് സ്റ്റൈലിലേക്ക് മാറ്റണം. അതുപോലെ നമുക്ക് ഫോണ്ട് സ്റ്റൈല് മാറ്റണം, സൈസ് മാറ്റണം, ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ കൊടുക്കണം, പിന്നെ ഫോണ്ടിന് ഒരു കളർ കൊടുക്കണം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. അതിനായിട്ടാണ് നമ്മൾ ഈ ഫോണ്ട് എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കും. ഇൻഫോബോട്ട് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോണ്ടിനെ നമുക്ക് സ്റ്റൈല് മാറ്റണം. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മേലേക്ക് പോവാം. മൗസ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ തൊട്ടടുത്ത് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പോലെ ഒരു സംഭവം കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഒരു താഴേക്ക് ഒരു ആരോ മാർക്ക് പോലെ സംഭവം കാണാൻ സാധിക്കുമല്ലോ അല്ലെ? അതിനുശേഷം നമുക്ക് താഴേക്ക് പോവുക. ഇഷ്ടമുള്ള ഏത് സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനനുസരിച്ച് ഇവിടെ ഈ ഫോണ്ടിന്റെ സ്റ്റൈല് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ മൗസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ഫോണ്ടിന്റെ സ്റ്റൈൽ തന്നെ മാറി. ഒന്നും കൂടെ നമുക്ക് കൊടുക്കാം. മേലേക്ക് പോകുന്നു, താഴേക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ പോലൊരു സംഭവം കാണാം. അതിനുശേഷം നമുക്ക് താഴേക്ക് പോകാൻ പറ്റിയ ഒരു സ്റ്റൈൽ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ടൈപ്പ് ചെയ്ത് തന്നെ നമുക്കൊന്ന് ബോൾഡ് ആക്കണം. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് കട്ടി കൂട്ടി നമുക്ക് കാണിക്കണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ മേലേക്ക് പോകുന്നു. ബി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ബോൾഡിനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഐ എന്നൊരു ഓപ്ഷൻ കാണും. അത് ഇറ്റാലിക് സ്റ്റൈലിലേക്ക് മാറ്റാം. അതേ കുറച്ചും കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചത് ഒന്ന് ചെരിഞ്ഞൊന്ന് കാണിക്കാം. ഓക്കെ, ബോൾഡ് എന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ബോൾഡ് ക്ലിക്ക് ചെയ്തപ്പോൾ ഒന്നും കൂടെ കട്ടി കൂടി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റാലിക് എന്നൊരു സ്റ്റൈൽ ഇവിടെ ഉണ്ട്. ഓക്കെ, കുറച്ചും കൂടെ ചെരിഞ്ഞ് നമുക്ക് ഈ ഫോണ്ടിനെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, തൊട്ടടുത്ത് തന്നെ നമുക്ക് അണ്ടർലൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് അണ്ടർലൈൻ കൊടുക്കാം. ആ ഡി എന്ന ഒരു ഓപ്ഷൻ കണ്ടില്ലേ? അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ പോലെ ഒരു സംഭവം കാണാം അല്ലെ? നമുക്ക് ഇവിടെ അണ്ടർലൈൻ എന്നൊരു ഓപ്ഷനും അതുപോലെ തന്നെ ഡബിൾ അണ്ടർലൈൻ എന്ന ഓപ്ഷൻ. അതായത് അണ്ടർലൈൻ എന്ന് പറയുമ്പോൾ ഫോബോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ ഒരു വര വരും. ഓക്കെ, ഇനി അതല്ല നമുക്ക് ഡബിൾ ആയിട്ട് വേണമെങ്കിൽ വീണ്ടും നമ്മൾ യു എന്നൊരു ഓപ്ഷനിലേക്ക് പോകുന്നു. തൊട്ടടുത്ത് തന്നെ ഡ്രോപ്പ് ഡൗൺ പോലെ ഒരു സംഭവം കാണുന്നു. താഴെ തന്നെ നമുക്ക് ഡി എന്നൊരു ഓപ്ഷൻ കാണുന്നു. അത് ഡബിൾ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഡബിൾ അണ്ടർലൈൻ വന്നു. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബോർഡേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. പല രീതിയിലുള്ള ബോർഡേഴ്സ് കൊടുക്കാം. ഇപ്പൊ നമ്മൾ വലിയ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ടൈപ്പ് ചെയ്ത് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതിന് പറ്റിയ നമുക്ക് ബോർഡേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ടൈപ്പ് ചെയ്ത് വെച്ച ഫോണ്ടിനെ നമുക്ക് ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണ്ടിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു കാര്യം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൗസ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. മേലേക്ക് പോകുന്നു. ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അതായത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ചതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് ഫോണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ പോലെ ഒരു സംഭവം കാണാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസ് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും നമുക്കൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് ഇൻഫോ വരെ A1 എന്ന സെല്ലിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പോർട്ട് എന്ന ടൈപ്പ് ചെയ്ത് B1 എന്ന സെല്ലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടണം. ഇൻഫോ പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് A1 എന്ന സെല്ലിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടണം. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മൗസ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നേരെ പോകുന്നു. ഇതിനെ നമുക്ക് കോളം ഹെഡർ എന്ന് പറയും. അപ്പൊ തൊട്ടടുത്തുള്ള ആ ലൈനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുവെക്കുക. അതിനുശേഷം മൗസിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫോ പോർട്ട് എന്ന് ടൈപ്പ് ചെയ്തത് A1 എന്ന സെല്ലിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു അല്ലെ? നേരത്തെ നമ്മൾ എന്തായിരുന്നു? ഇൻഫോ പോർട്ട് എന്ന് ടൈപ്പ് ചെയ്തു. അത് നമുക്ക് ഇൻഫോ എന്ന് ടൈപ്പ് ചെയ്ത് A1 എന്ന സെല്ലിൽ, പോർട്ട് എന്ന് ടൈപ്പ് ചെയ്തത് നമുക്ക് B1 എന്ന സെല്ലിൽ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ആ ടൈപ്പ് ചെയ്ത് തന്നെ നമ്മൾ A1 എന്ന സെല്ലിലേക്ക് ചുരുക്കി. ഈ നമ്മൾ ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തല്ലോ. ഈ സെയിം ഫീച്ചർ തന്നെയാണ് ഈ എ മേലേക്ക് ഒരു ആരോ കാണുന്നത്. നമുക്ക് സൈസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഫോണ്ടിന്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എ മേലേക്ക് ഒരു ആരോ കാണുന്നത്. ഇനി തൊട്ടടുത്ത് എയും അതുപോലെ താഴേക്ക് ഒരു ആരോ കാണുന്നുണ്ട്. അതിനെ ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാനിപ്പോ A1 എന്ന സെല്ലില് ഇൻഫോ പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫോ പോർട്ട് എന്ന് ടൈപ്പ് ചെയ്തതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം. അത് A1 എന്ന സെല്ലിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാനായിട്ട് നമ്മൾ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് നമ്മളിപ്പോ ഒരു പെയിന്റിന്റെ പോലെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? ഒന്നില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് പോയിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ പോലെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്ത് മൗസ് പോയിന്റ് ശ്രദ്ധിക്കുക. അതിന് താഴെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഈ കളേഴ്സ് കൂടാതെ നമുക്ക് മോർ കളേഴ്സ്
എന്നൊരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് രണ്ടായിട്ട് കാണാം, അതായത് സ്റ്റാൻഡേർഡും കസ്റ്റം. ഇപ്പൊ നിലവിൽ സെലക്ട് ചെയ്ത കളറാണ് ഇപ്പൊ കാണുന്നത്. സെലക്ട് ചെയ്യാൻ പോകുന്ന റെഡ് ആണെന്ന് വിചാരിക്കാം. ഇത് നിലവിൽ ഉള്ള കളറും ഈ പുതിയതായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്ന കളറും ഇട്ടാം. ഓക്കെ, അപ്പൊ ഞാൻ റെഡ് കൊടുത്തു. അതാണ് ഈ കാണിക്കുന്നത്. ഓക്കെ കൊടുത്തപ്പോൾ പൂർണ്ണമായിട്ടും ബാക്ക്ഗ്രൗണ്ട് കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പിക്സലിലേക്ക് തന്നെ പോകുന്നു. പെയിന്റിന്റെ ഓപ്ഷൻ തന്നെ കൊടുക്കുന്നു. അതിനുശേഷം താഴേക്ക് പോകുന്നു, മോർ കളേഴ്സ് കൊടുത്തു. തൊട്ടടുത്ത് കസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതും നമുക്ക് സെയിം ഫീച്ചർ തന്നെയാണ് അലോ ചെയ്യുന്നത്. ഏത് കളർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇനി അടുത്ത ഫീച്ചറിലേക്ക് നമുക്ക് പോവാം.